സുഹൃത്തുക്കളെ, നിങ്ങൾ ഞെട്ടിയോ? ഞെട്ടും ഞെട്ടും നിങ്ങൾ കുലുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുതിയൊരു വാർത്ത വന്നത്. സുജിത് ദാസ് ഉൾപ്പെടെ സുജിത് ദാസ്, ഒപ്പം തന്നെ വി ബെന്നി എന്ന DYSP, ഒപ്പം തന്നെ CI വിനോദ്, ഈ 3 പേർ തന്നെ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മലപ്പുറം സ്വദേശിനിയായ വീട്ടമ്മ രംഗത്ത് വന്നത്. തീർച്ചയായും വലിയൊരു വാർത്തയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ വാർത്തയുടെ പക്ഷേ കൂടുതൽ അന്തരാളങ്ങളിലേക്ക്, കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ ഞെട്ടിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഞെട്ടി. അത് കേവലം ഈ വീട്ടമ്മ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കൂടി കേൾക്കുമ്പോൾ അതിൽ പല ഞെട്ടലുകളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാദം കൂടി പരിശോധിച്ച് ഇതിൻ്റെ വസ്തുത എന്ത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അതിഗുരുതരമായ ഒരു ക്രൈം നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷേ ആരാണ് ക്രൈം ചെയ്തത്? അത് ഈ പറഞ്ഞ പോലെ വീട്ടമ്മയെ പീഡിപ്പിച്ചതാണോ യഥാർത്ഥ ക്രൈം? അതല്ല എങ്കിൽ ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി പുറത്തു വന്ന വീട്ടമ്മയും അതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയവരും ആണോ എന്ന സംശയമാണ് ഉയർന്നത്. തീർച്ചയായും സുജിത് ദാസിനെതിരെ ഇങ്ങനൊരു പരാതി, പീഡന പരാതി ഈ സമയത്ത് ഉയർന്നു വന്നപ്പോൾ രാവിലെ ഇതൊരു വലിയ വാർത്തയാണ് എന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇതൊരു കൂട്ടബലാത്സംഗം, അതായത് ഒന്നിലധികം ആളുകൾ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ വീട്ടമ്മ പറഞ്ഞതോടെ അപ്പോൾ മുതൽ ഇതിൽ സംശയം തുടങ്ങിയതാണ്. പ്രത്യേകിച്ച് ഒരേ സ്ഥലത്തുള്ള 3 ഉദ്യോഗസ്ഥർ, അതും ഉന്നത റാങ്കിൽപ്പെട്ടവർ, സ്വാഭാവികമായും പീഡിപ്പിക്കാം. പക്ഷെ പരാതി തന്ന ഒരു വീട്ടമ്മയെ ഒരു CI പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. അത്തരം കേസുകൾ സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതേ പരാതിയിൽ അതിന് മുകളിൽ ഉള്ള അന്വേഷിക്കാൻ വന്ന DYSP, അതിനു മുകളിൽ പരാതി പിന്നീട് കൊടുക്കാൻ ചെന്ന SP, ഈ 3 പേരോടും ഇത് സമാനമായ ഈ 3 പേരും തന്നെ പീഡിപ്പിച്ചു എന്ന് ആ വീട്ടമ്മ പറയുകയാണ് ചെയ്തത്. അതിൽ അസ്വാഭാവികത തുടക്കം തന്നെ തോന്നിയിരുന്നു എന്ന് വേണം പറയാൻ. എടുത്തു പറയേണ്ടത്, ആ വീട്ടമ്മ തന്നെ ചൂണ്ടിക്കാണിച്ചത് തൻ്റെ പരാതി പരിഹരിക്കപ്പെടുമല്ലോ എന്ന് കരുതി CI ആദ്യം വന്ന ശേഷം അയാൾ ഇത്തരത്തിൽ ബലമായി മുറിക്കുള്ളിലേക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അതിനുശേഷം അവിടെ വെച്ച് പീഡിപ്പിച്ചപ്പോൾ താൻ വഴങ്ങിക്കൊടുത്തു, ഇത് പരാതി പരിഹരിക്കും എന്ന് കരുതി. പക്ഷേ പിന്നീട് അതിനുശേഷം ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് അതിന് മുകളിൽ പരാതിയുമായി മുന്നോട്ട് പോയത് എന്നാണ് ആ വീട്ടമ്മ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അവർ പറയുന്ന അത്തരം കാര്യങ്ങളിൽ വലിയ സംശയം തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് പിന്നീട് ആദ്യം DYSP വി ബെന്നിയും, തൊട്ട് പിന്നാലെ CI വിനോദും, ഒപ്പം തന്നെ SP സുജിത് ദാസും രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവരുടെ പ്രതികരണങ്ങൾ കൂടി കണ്ടപ്പോൾ ആരാണ് ഈ വി ബെന്നി എന്ന കാര്യം കൂടി വന്നപ്പോഴാണ് ഇതിൽ ഒരു സംശയകരമായ ഗൂഢാലോചന ഇതിലുണ്ട് എന്ന കാര്യം ഉയർന്നു വരുന്നത്. പറഞ്ഞു വരുന്നത് നമ്മൾ തന്നെ മാത്രമല്ല, ഈ വി ബെന്നി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തനിക്കെതിരെ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ് ഇത് എന്നുള്ളതാണ്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മുട്ടിൽ മരംമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് താൻ എന്നുള്ളതാണ്. അതിൽ വെറും അന്വേഷണ ഉദ്യോഗസ്ഥനല്ല, ഈ മരങ്ങളുടെ DNA പരിശോധന അടക്കം നടത്തി അതിൻ്റെ കുറ്റപത്രങ്ങൾ ഇങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ചില മികച്ച സേവന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാരിൽ നിന്നടക്കം പുരസ്കാരം ലഭിച്ചൊരു ഉദ്യോഗസ്ഥനാണ് വി ബെന്നി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനി മുട്ടിൽ മരംമുറി കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെയാണ് ഉയർന്നു വരുന്ന ഗൗരവമേറിയ സംശയം. ഈ വാർത്ത കൊടുത്തതാരാണ്? മുട്ടിൽ മരംമുറി കേസിലെ ആരോപണ വിധേയരായ, അവർ കുറ്റക്കാരെന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല, പക്ഷേ ആരോപണ വിധേയരായ ആൻഡോ അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുക്കുന്ന ചാനലാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇപ്പുറത്ത് സംശയം തോന്നാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതേ കാരണം തന്നെയാണ് വി ബെന്നി ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതായത് തനിക്ക് ഈ ഒരു ഗൂഢാലോചന നടന്നു എന്ന സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമാനമായി പിന്നീട് SP സുജിത് ദാസും പ്രതികരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനു മുന്നേ തന്നെ CI വിനോദും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നു. ഈ പരാതി വന്നപ്പോൾ സുജിത് ദാസിന് മുന്നിൽ പരാതി എത്തിയപ്പോൾ അവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയെ കൊണ്ട് ഇതിൽ മറ്റൊരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരുന്നു എന്ന് പറയുകയും, അത്തരമൊരു അന്വേഷണം, അതായത് CIക്കും ഒക്കെ എതിരെ ഉണ്ടായ സംഭവങ്ങളാണ്, ഇതിലൊരു അന്വേഷണം നടത്തി അതിൽ കാര്യമില്ല
എന്ന് തെളിഞ്ഞതാണ് എന്നും അവർ SP സുജിത് ദാസ് അടക്കം പറയുന്നു. മാത്രവുമല്ല, ഇവർ തനിക്ക് പരാതി കൊണ്ടുതന്നത് പോലീസിൻ്റെ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിലാണ് എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടെ അതിൻ്റെ രജിസ്റ്റർ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്നുകൂടി സുജിത് ദാസ് പറഞ്ഞു വരുമ്പോൾ കാര്യങ്ങൾ ഒട്ടും അങ്ങോട്ട് ചേരുന്നില്ല ഈ വീട്ടമ്മ പറഞ്ഞതിൽ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. നമുക്കറിയാം, ഇത്തരം ലൈംഗിക പീഡന കേസുകൾ ഒരു പെണ്ണ് കേസ് കൊടുത്താൽ പെണ്ണെന്തു പറഞ്ഞാലും അതങ്ങ് വിശ്വസിക്കുകയും അതിനെതിരെ കേസെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പല പുരുഷന്മാരും അതിൻ്റെ ഇരകളാകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീക്കെതിരെ അടക്കം ഈ ചില ഹണി ട്രാപ്പ് സൂചനകളും ഒക്കെ ചില വാർത്തകളായി വരുന്നുണ്ട്. അതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്, നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിവിൻ പോളിയുടെ കേസ് എടുത്താൽ തന്നെ എന്താണ് സംഭവിക്കുന്നത്? നിവിൻ പോളി വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി ആ ദിവസങ്ങളിലൊക്കെ കേരളത്തിലാണ് ഉള്ളത് എന്നതിൻ്റെ തെളിവ് സഹിതം അതിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്നു. അതായത് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സിനിമയിലായിരുന്നു നിവിൻ പോളി ഉണ്ടായിരുന്നത് എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിനൊപ്പം ആ ദിവസമുള്ള ചില രേഖകൾ അദ്ദേഹത്തിനൊപ്പം ഷൂട്ടിങ്ങിലുണ്ടായിരുന്ന ആർട്ടിസ്റ്റുകളായ പാർവതിയെ പോലുള്ളവർ പുറത്തു വിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഒരു പരിധിവരെ നിവിൻ പോളി ആ കേസിൽ, നിവിൻ പോളിക്ക് വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷേ ആ സംഭവത്തിൽ നിവിൻ പോളിക്കെതിരെ ആസൂത്രിതമായൊരു ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമാകുകയാണ്. അതായത് പല സ്ത്രീകളും ക്രിമിനൽ മൈൻഡോടുകൂടി ഇങ്ങനെ കച്ച കെട്ടിയിറങ്ങി ആളുകളിൽ നിന്ന് പൈസ തട്ടിയെടുക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ സ്ത്രീയും ഹണി ട്രാപ്പ് ദമ്പതികൾ എന്ന പേരിൽ ചില പരാതികൾ തനിക്കെതിരെ ഉണ്ട് എന്ന് തന്നെ ഒരു ചാനൽ അഭിമുഖത്തിൽ വ്യക്തമാക്കിയതായും ചില വാർത്തകൾ കണ്ടിരുന്നു. എന്തായാലും അത്തരം പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന അത്തരം ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളാണ് പല വിഷയത്തിലും പല നീക്കങ്ങളും നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവിടെയാണ് ഈ സുജിത് ദാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ചേർന്ന് പോകുന്നില്ല അവരുടെ വാക്കുകളിൽ എന്ന് തന്നെ പറയേണ്ടി വരും. പലരും വ്യക്തിപരമായും ജാതീയമായും മതപരമായും ഒക്കെയാണല്ലോ നമ്മുടെ ഓരോ വിഷയങ്ങളിലും പ്രതികരണങ്ങൾ. അതിനനുസരിച്ച് ആ സ്ത്രീയെ പിന്തുണയ്ക്കുന്നവരും അവരെ എതിർക്കുന്നവരും ഒക്കെയുണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ സാഹചര്യങ്ങളും ഇവരുടെ പ്രതികരണങ്ങളും ഒക്കെ കണ്ട് ഇതിലൊരു വിശ്വസനീയത തോന്നുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഈ സ്ത്രീ ഇത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടത്തുന്നതിന് പിന്നിൽ ആരൊക്കെ എന്ന സംശയം കൂടി ഇനി ബാക്കിയാണ്. ഇതിന് പിന്നിൽ നടന്ന ക്രിമിനൽ ഗൂഢാലോചന ആരൊക്കെ, അത് ഇനി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. കാരണം പോലീസിലെ ഉന്നതർക്കെതിരെ തന്നെ ഗൂഢാലോചന നടത്തുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായി നമുക്ക് കരുതാൻ വയ്യ. എന്തായാലും ആരാണ് കളവ് ചെയ്യുന്നത് എന്നത് കണ്ടെത്തേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ വിഷയത്തെക്കുറിച്ച് തോന്നുന്നത്? അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. നന്ദി.